ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 11-ാം സങ്കീർത്തനം 3-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കം ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? യഹോവയുടെ കൽപ്പന പ്രകാരം ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തെങ്കിലും ദാവീദിന് സിംഹാസനം ലഭിക്കുവാൻ അനേകം കടമ്പകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജാവായിരിക്കുന്ന ശൗലിന്റെ ആക്രമണം ആയിരുന്നു. ദാവീദ് കൊട്ടാരത്തിൽ കിന്നരം വായനക്കാരനായി താമസം ആരംഭിച്ചെങ്കിലും ഫെലിസ്തനായ ഗോല്യാത്തിനെ കൊന്നത് മുതൽ ശൗലിന്റെ കണ്ണിലെ കരടായി മാറുകയാണ്. തന്റെ രാജവംശത്തിന്റെ അന്തകൻ എന്ന നിലയിൽ ദാവീദിനെ നിഗ്രഹിക്കുവാൻ പദ്ധതിയിട്ട് നടത്തിയ ക്രൂരമായ പീഡന ചരിത്രം 1 ശമൂവേൽ 18 മുതലുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഇപ്രകാരം ശൗലിനെ ഭയന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ദാവീദിന്റെ സ്നേഹിതർ ദാവീദിന് നൽകുന്ന ഉപദേശത്തിന് മറുപടിയായിട്ടാണ് 11-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്. നീ ഏതെങ്കിലും ഒളിസങ്കേതത്തിലേക്ക് ഓടിപ്പോകണം. ശൗലിന്റെ കൊട്ടാരത്തിൽ അവന് നല്ല ഉപദേശങ്ങൾ നൽകുവാൻ ആരുമില്ലാതായിരിക്കുന്നു. അവന്റെ ആത്മീയതയുടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയിരിക്കുന്നു. ആകയാൽ അവൻ പതനത്തിന്റെ അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ അവൻ അവിവേകം കാണിക്കും, നിനക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നീ അവന്റെ മുൻപിൽ നിന്ന് മാറണം. ഈ ഉപദേശം നൽകിയ സ്നേഹിതർക്ക് ദാവീദ് മറുപടി പറയുകയാണ് ഇവിടെ. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലുണ്ട്. ഭൂമിയിലെ സിംഹാസനം എനിക്ക് വിഷയമല്ല. യഹോവയുടെ കണ്ണ് എല്ലാം കാണുന്നു. അവനെ മറച്ച് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ സകലരെയും ശോധന ചെയ്യുന്നവനാണ്. ദുഷ്ടനെയും സാഹസപ്രിയനെയും യഹോവ വെറുക്കുന്നു. അവർ താളടിയാകും. സോദോം ഗോമോറായിൽ തീയും ഗന്ധകവും വർഷിപ്പിച്ച് നശിപ്പിച്ചവൻ ഇന്നും ജീവിക്കുന്നു. ദുഷ്ടന്റെ ഓഹരി അതാണ്. ശൗൽ ദുഷ്ടത പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ തീർച്ചയായും അതിന് അർഹമായത് അനുഭവിക്കും, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ദാവീദ് തൻ്റെ സ്നേഹിതരെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ള ചില ചുരുക്കമായ 2 കാര്യങ്ങൾ. ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ ആത്മീയ ജീവിതത്തിൽ നീതിമാന്റെ ഗതിയും അധോഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വേദപുസ്തകത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് 3 അടിസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നു. 1 ദൈവവചനമാകുന്ന അടിസ്ഥാനമാണ്. എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള ദാസനോട് തുല്യനാകുന്നു എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:24. ദൈവവചനം അനുസരിക്കാത്ത ആത്മീയതയല്ല. പൗലോസ് ശ്ലീഹായും അതുതന്നെയാണ് പറയുന്നത്. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർ 2:13. ആകയാൽ ദൈവവചനം അനുസരിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ 1-ാമത്തെ അടിസ്ഥാനമാണ്. 2 വിശ്വാസം എന്ന അടിസ്ഥാനം. കർത്താവ് പത്രോസിനോട് പറയുന്ന ഭാഗം നമുക്ക് സുപരിചിതമാണല്ലോ. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:18. ഇവിടെ പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസത്തെ സഭയെ ഉറപ്പിക്കുവാനുള്ള പാറയായി കർത്താവ് മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവും ക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനമായി മാറണം. നമ്മുടെ വിശ്വാസം നമ്മൾ വാകൾ കൊണ്ട് പറയുകയോ നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെയോ ഏതെങ്കിലുമൊക്കെ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെയോ ഒക്കെ മാത്രമായി പ്രകടിപ്പിക്കുവാനുള്ളതല്ല. നമ്മുടെ വിശ്വാസം പ്രവർത്തികളിലൂടെ തെളിയിക്കപ്പെടണം. യാക്കോബ് ശ്ലീഹ അത് എടുത്ത് പറയുന്നുണ്ട്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 2:14. 3-ാമത് യേശുക്രിസ്തു തന്നെയാണ് അടിസ്ഥാനം. 1 കൊരിന്ത്യർ 3:11 പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമായി തീരുന്ന ഒരു ഏകീഭാവത്തിന്റെ അനുഭവമുണ്ട്. ആ ഒരു രൂപപ്പെടുന്ന അനുഭവം അത് നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായി മാറണം. അങ്ങനെയാകുമ്പോൾ അടിസ്ഥാനങ്ങൾക്ക് ഉറപ്പുണ്ടാകും. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയ സൗധം കെട്ടിപ്പണിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന വലിയ വലിയ സൗധങ്ങൾ ഭൂമിക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നിർമ്മിതിക്ക് പിന്നിൽ എത്ര വലിയ ആഴങ്ങളിലേക്ക് അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന തത്വമാണല്ലോ. ആകയാൽ നമ്മുടെ ആധ്യാത്മികത അതിൻ്റെ സൗധം ഉയരണമെങ്കിൽ, ഉയരങ്ങൾ കീഴ്പ്പെടുത്തി വളരണമെങ്കിൽ ഉറച്ച അടിസ്ഥാനത്തിൽ അതിനെ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ അടിസ്ഥാനമാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ദാവീദ് മനസ്സിലാക്കുവാനായിട്ട് ഉദ്ദേശിച്ച് നൽകിയിരിക്കുന്നത്. ആകയാൽ നമുക്ക് ഉറച്ച അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ആധ്യാത്മികതയെ കെട്ടി ഉയർത്താം. ആ ഒരു തരത്തിൽ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് കുലുക്കമില്ലാത്ത, മാറ്റമില്ലാത്ത ശക്തി ഈ നേടി വളരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.
നമസ്കാരം.